നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകൾ ഒഴിഞ്ഞ കുടങ്ങളുമായി പ്രതിഷേധിച്ചു. കോൺഗ്രസ് ഏങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വാട്ടർ അതോറിറ്റിക്ക് മുൻപിൽ പ്രതിഷേധിച്ചത്. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ മണപ്പുറം മേഖല കുടുംബ സംഗമം തൃപ്രയാറിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ പതാക ഉയർത്തി. ഇന്ത്യയിലെ CBSE സ്കൂളുകളിൽ ജില്ലാതലത്തിൽ മികച്ചു നിൽക്കുന്ന സ്കൂളുകളെ കണ്ടെത്താൻ എഡ്യൂക്കേഷൻ ടുഡേ നടത്തിയ മത്സരത്തിൽ ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകൾ ഒഴിഞ്ഞ കുടങ്ങളുമായി വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ ജനകീയ സമരം നടത്തി. കോൺഗ്രസ് ഏങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഏങ്ങണ്ടിയൂരിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ജലവിതരണം നടത്തുക, വർഷങ്ങളായി ജലം ലഭ്യമാകാത്ത ഗാർഹിക കണക്ഷനുകളിൽ ജലം ലഭ്യമാക്കുക, തകർന്ന പൈപ്പുകൾ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ ഇർഷാദ് K ചേറ്റുവ, മണ്ഡലം വൈസ് പ്രസിഡന്റ് MG ഘോഷ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രീത സജീവ്, PR രാജി, ജമിത സന്തോഷ് എന്നിവർ സംസാരിച്ചു. ചെമ്പൻ ബാബു, ഉഷ പുരുഷോത്തമൻ, ലത്തീഫ് കെട്ടുമൽ, PV അജയൻ, KA മുഹമ്മദ് റഷീദ്, ലത ഉദയൻ, ഷോണി സുനിൽ എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ മണപ്പുറം മേഖല കുടുംബ സംഗമം തൃപ്രയാറിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ പതാക ഉയർത്തി. കേറ്ററിംഗ് സർവീസും കൂട്ടായ്മയും സാമൂഹിക നന്മയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, തൊഴിൽപരമായ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ, കുടുംബം ഒന്നിച്ച് കച്ചവടം ചെയ്യുന്നതിന്റെ പ്രയോജനം എന്നീ വിഷയങ്ങളിൽ പ്രത്യേക ക്ലാസുകൾ സംഘടിപ്പിച്ചു. പ്രൊഫഷണൽ കലാകാരന്മാർ അവതരിപ്പിച്ച ദഫ്മുട്ട്, അറേബ്യൻ ഡാൻസ് തുടങ്ങിയ കലാപരിപാടികൾക്കൊപ്പം അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളും മറ്റു കുടുംബാംഗങ്ങളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. മാസ്റ്റർ നദാൻ, ജോസ് മുനമ്പ, കയ്പമംഗലത്ത് അപകടരഹിത പാതയ്ക്കായി ചുക്കുകാപ്പി വിതരണം നടത്തുന്ന സംഘടനാ പ്രവർത്തകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേറ്ററേഴ്സ് ഓഫ് ദ ഇയർ മത്സര വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. സ്റ്റേജ് ഷോ, സമ്മാന വിതരണം, കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവയ്ക്ക് ശേഷം സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. ആസിഫ് അലി, ശശി ആതിഥേയ, VG സതീശൻ, KP ഗോപാലകൃഷ്ണൻ, T സ്നിതീഷ്, നാസർ എന്നിവർ നേതൃത്വം നൽകി. തുടർച്ചയായ മൂന്നാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവ്. ബുധനാഴ്ച സ്വർണ്ണവില പവന് 80 രൂപ കുറഞ്ഞു. ഇതോടെ ഒരു പവന്റെ വില 46,400 രൂപ എന്നതിലേക്ക് എത്തി. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കും ഇതാണ്. കഴിഞ്ഞ ദിവസം 46,480 രൂപയായിരുന്നു പവന്റെ വില. ഇന്ത്യയിലെ CBSE സ്കൂളുകളിൽ ജില്ലാതലത്തിൽ മികച്ചു നിൽക്കുന്ന സ്കൂളുകളെ കണ്ടെത്താൻ എഡ്യൂക്കേഷൻ ടുഡേ നടത്തിയ മത്സരത്തിൽ ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു. 140 CBSE സ്കൂളുകളിൽ നിന്നാണ് SN വിദ്യാഭവൻ ഏറ്റവും മികച്ച സ്കൂളിനുള്ള അവാർഡിന് അർഹരായത്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ വെച്ച് നടന്ന പുരസ്കാരദാന ചടങ്ങിൽ മികച്ച വിദ്യാലയത്തിനുള്ള അവാർഡ് എഡ്യൂക്കേഷൻ ടുഡേ ഡയറക്ടർ ആനന്ദ് ശർമ്മയിൽ നിന്ന് SNE&C ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഏറ്റുവാങ്ങി. പാഠ്യേതര മേഖലകളിൽ ഉന്നത വിജയം, മികവുറ്റ ദീർഘകാല സേവന പാരമ്പര്യം, വിപുലമായ ഭൗതിക സാഹചര്യങ്ങൾ, കലാകായിക രംഗത്തെ വിജയം, അനിതര സാധാരണമായ വിദ്യാർത്ഥി സമ്പത്ത്, മികച്ച നേതൃപാടവം, അധ്യാപക മികവ് എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് SN വിദ്യാഭവൻ ഈ നേട്ടം കൈവരിച്ചതെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, സെക്രട്ടറി MS പ്രദീപ്, വൈസ് പ്രസിഡന്റ് TS വിജയരാഘവൻ, പ്രിൻസിപ്പൽ യാമിനി ദിലീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും നിലവാരമുള്ള CBSE സ്കൂളുകൾ ഏതെന്ന് പരിശോധിച്ച് ഒരു അവാർഡ് കൊടുക്കാം. നമ്മളെ സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിൽ
140 CBSE സ്കൂളുകളാണുള്ളത്. 140. അതിൽ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തോളമായിട്ട് തിരഞ്ഞെടുക്കുന്നത് SN വിദ്യാഭവനെയാണ്. ചന്ദ്രാപിന്നിയിൽ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയം. അത് നമ്മൾ എല്ലാം നോക്കും, ഇതിന് അവാർഡിന് പരിഗണിക്കും. അപ്പോൾ SN വിദ്യാഭവനെ സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ വോളിബോളിൽ നോക്കുകയാണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തൃശ്ശൂർ ജില്ലയിൽ ഫസ്റ്റ് SN വിദ്യാഭവൻ. ഇപ്പോൾ കബഡി ആണെങ്കിൽ കബഡിയിൽ 1ാം സ്ഥാനത്ത് SN വിദ്യാഭവൻ. ത്രോ ബോൾ ആണെങ്കിൽ അതിലും SN വിദ്യാഭവൻ 1ാം സ്ഥാനത്ത്. ബാസ്കറ്റ് ബോൾ ആണെങ്കിൽ അതിലും SN വിദ്യാഭവൻ. ഇപ്പോൾ ഫുട്ബോൾ, അങ്ങനെ എല്ലാ കായികപരമായിട്ടുള്ള എല്ലാത്തിനും നോക്കുമ്പോഴും 1ാം സ്ഥാനത്ത് തൃശ്ശൂർ ജില്ലയിൽ വരുന്നത് SN. ആദിലക്ഷ്മി എന്ന ഈ കുഞ്ഞു കുരുന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ആരും ഒന്ന് അമ്പരക്കും. 3 വയസ്സ് തികയും മുൻപേ അറിവിന്റെ അത്ഭുത ചെപ്പ് തുറന്ന് മുതിർന്നവരെ അമ്പരപ്പിക്കുകയാണ് ഈ കുരുന്ന്. അങ്കനവാടിയുടെ പടി കാണാനുള്ള പ്രായം പോലും തികയാത്ത ആദിലക്ഷ്മിക്ക് മലയാളം, ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരുകൾ, ഏഷ്യയിലെ രാജ്യങ്ങളുടെ പേരുകൾ, കേരളത്തിലെ 44 നദികളുടെ പേരുകൾ, കേരളത്തിലെ മന്ത്രിമാരുടെ പേരുകൾ എന്നുവേണ്ട അത്യാവശ്യം ഒരു PSC പരീക്ഷയ്ക്ക് വേണ്ട ജനറൽ നോളജ് ചോദ്യങ്ങൾ എല്ലാം തന്നെ ഈ കൊച്ചുമിടുക്കി ചെറുപ്രായത്തിൽ തന്നെ മനഃപ്പാടമാക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ കേരളത്തിലെ നദികളുടെ പേര് പറഞ്ഞ് 44 നദികളുടെ പേര്. കബനി, പടയാട്, പമ്പ, കാവേരി, തിരൂർ, മാതൃപ്പുഴ, കടലുണ്ടി. ഇനി ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തണോ? അതും ഇംഗ്ലീഷിൽ. അതിനും ആദിലക്ഷ്മി റെഡിയാണ്. സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളുടെ പേരുകൾ, സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികളുടെ പേരുകളെല്ലാം തന്നെ ഈ കൊച്ചുപ്രായത്തിൽ മനഃപ്പാടമാക്കിയത് സ്വന്തം ഇഷ്ടപ്രകാരം. ആദിലക്ഷ്മിയുടെ ജ്യേഷ്ഠൻ 5 വയസ്സായ ആദിശങ്കറിനും ഇത്തരത്തിൽ ചെറുപ്രായത്തിൽ തന്നെ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അമ്മ കവിതയാണ് ആദിശങ്കറിനെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത്. തൊട്ടടുത്ത് കിടന്ന പാല് കുടിച്ചിരുന്ന ആദിലക്ഷ്മിയും ഇത് കേട്ടാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ ഹൃദിസ്ഥമാക്കിയതെന്ന് അമ്മ കവിത പറയുന്നു. മോനാണ് ആദ്യമായിട്ട് ഈ കഴിവുണ്ടായിട്ടുള്ളത്. അപ്പൊ മോനെ പഠിപ്പിച്ച് തുടങ്ങിയ പിന്നെയാണ് ഇവൾക്കും അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് നമ്മൾ അറിയണത്. കാരണം 2 പേരും അവള് പാല് കുടിക്കുന്ന സമയത്ത് തുടങ്ങിയായിട്ട് അവളത് ക്യാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. മോൻ ഈ സൈഡിൽ കിടക്കും, അവൾ ഈ സൈഡിൽ കിടക്കും. അപ്പൊ മോനോടാണ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ച് പഠിപ്പിച്ചിരുന്നത്. പക്ഷെ അത് ഇവൻ പറയാണ്ടാവുമ്പോൾ അത് അവള് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് അവളും കൂടെ പഠിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ പിന്നെ തല്ലൊന്നുമില്ല. അപ്പൊ ഇവനെ പഠിപ്പിക്കുന്നതിനനുസരിച്ച് എന്ന് വെച്ചാൽ മോളെയും പഠിപ്പിക്കും. പക്ഷെ എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തിനാ ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. പക്ഷെ അവളൊരിക്കലും നമ്മള് ഇങ്ങനെ എന്താ പറയാ അങ്ങനെ കുത്തിക്കയറ്റി പഠിപ്പിക്കാറില്ല. മോനെ പഠിപ്പിക്കുമ്പോഴാണ് അവൾ പറയാറ്. അപ്പൊ മോനെ സ്കൂളിൽ ഓഗസ്റ്റിലാണ് സ്കൂളിലേക്ക് ഞാൻ സ്പീച്ച് പഠിപ്പിച്ചത്. അത് അവള് തന്നെ കേട്ട് അവള് പഠിച്ചതാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു കാര്യം പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ ഇവൻ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് കിടന്ന് കരയും. അവൾക്കത് പറയണം എന്നുള്ള ഭയങ്കര വാശിയാണ്. ജ്യേഷ്ഠനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആദിലക്ഷ്മി ഉത്തരം പറയുന്നത് കേട്ടാണ് ഇതെല്ലാം ആദിലക്ഷ്മിയും പഠിക്കുകയായിരുന്നുവെന്ന് അമ്മയ്ക്ക് മനസ്സിലായത്. പിന്നെ കവിത ചെറിയ രീതിയിൽ ആദിക്കും പരിശീലനം നൽകുകയായിരുന്നു. നാടൻ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമുള്ള ആദിലക്ഷ്മി നിരവധി പാട്ടുകളും പാടിത്തരും. വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ഊരകം പല്ലിശ്ശേരി സ്വദേശി കുന്നപ്പുള്ളി സതീഷ് കവിതാ ദമ്പതികളുടെ മകളാണ് ആദിലക്ഷ്മി. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. സൺഡേ മൺഡേ പറഞ്ഞു കൊടുത്തേ. തൃശൂരിൽ സർക്കാർ സ്കൂളിന്റെ മേൽക്കൂര അടർന്നു വീണ അപകടം. തിരുവല്ലോമല GLP സ്കൂളിന്റെ മേൽക്കൂരയാണ് ഇന്ന് രാവിലെ ക്ലാസ് നടക്കുമ്പോൾ അടർന്നു വീണത്. മേൽക്കൂരയിൽ നിന്ന് ഓടുൾപ്പെടെയാണ് താഴെ വീണത്. കുട്ടികൾ ഇരിക്കുന്നതിന്റെ മറുഭാഗത്താണ് മേൽക്കൂര വീണത്. ഇതിനാൽ പ്രീ പ്രൈമറി ക്ലാസ് വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. മന്ത്രി കെ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്കൂൾ പുതുക്കി പണിയാൻ സഹായം ആവശ്യപ്പെട്ടിട്ടും ലഭിച്ചില്ലെന്ന് PTA ഭാരവാഹികൾ ആരോപിച്ചു. കടലിൽ ഉല്ലാസയാത്ര നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്ത് പിഴ ചുമത്തി. അഴീക്കോട് നിന്ന് ബുധനാഴ്ച രാവിലെ പുറപ്പെട്ട ഏങ്ങണ്ടിയൂർ സ്വദേശി നാരായണദാസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഓസ്ട്രിച്ച് ക്രൂയിസ് എന്ന പേരുള്ള ഇരുനില ഉല്ലാസ നൗകയാണ് യാതൊരുവിധ അനുമതിപത്രമോ രേഖകളോ ഇല്ലാതെ കടലിലൂടെ സഞ്ചരിച്ചത്.
ചേറ്റുവ അഴിമുഖത്തിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ശക്തമായ തിരയടിയിൽ ആടിയുലഞ്ഞ് അപകടകരമായ രീതിയിൽ കടലിലൂടെ നീങ്ങുന്ന ഉല്ലാസനൗക ശ്രദ്ധയിൽപ്പെട്ട ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പട്രോൾ ബോട്ട് സംഘം തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ അഴീക്കോട് പോർട്ട് കൺസർവേറ്ററുടെ അനുമതിയോ അഴീക്കോട് മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ അറിവോ സമ്മതപത്രമോ ഇല്ലാതെയാണ് യാത്ര നടത്തിയതെന്ന് കണ്ടെത്തി. രാജ്യസുരക്ഷയ്ക്കും മനുഷ്യജീവനും ഭീഷണിയാകും വിധം കടലിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തമല്ലാത്ത ഉൾനാടൻ ജലാശയങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന കെട്ടുവള്ളം പരിശോധനയിൽ രേഖകളില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സാറ്റലൈറ്റ് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ നൌകയെ കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണ ഹെലികോപ്റ്റർ എത്തി പരിശോധിച്ചിരുന്നു. അഴീക്കോട് പോർട്ട് ഓഫീസിന്റെ അനുമതിയില്ലാതെ കടലിലൂടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം സഞ്ചരിച്ചു വന്ന ഉല്ലാസനൌക മത്സ്യബന്ധനയാനമല്ലാത്തതിനാൽ കൊടുങ്ങല്ലൂർ പോർട്ട് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകുകയും പിഴയൊടുക്കി ഉല്ലാസനൌക ഉടമയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ED ലിസിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് ബോട്ട് പിടിച്ചെടുത്തത്. സംഘത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗിലെ ഉദ്യോഗസ്ഥരായ ER ഷിനിൽകുമാർ, VA പ്രശാന്ത് കുമാർ, VM ഷൈബു, സീ റെസ്ക്യൂ ഗാർഡ്മാരായ ഷഫീഖ്, പ്രമോദ്, ബോട്ട് സ്ട്രാങ്ക് റഷീദ്, ഡ്രൈവർ KM അഷ്റഫ് എന്നിവരുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും ആധാർ അടക്കമുള്ള രേഖകൾ പരിശോധിക്കുമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾക്ക് നേരെ കാട്ടാന ആക്രമണം. ഒരു ക്വാർട്ടേഴ്സ് ഭാഗികമായി കാട്ടാനക്കൂട്ടം തകർത്തു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 17ാം ബ്ലോക്കിലാണ് സംഭവം. ഇന്ന് വെളുപ്പിന് 3 മണിയോടെയായിരുന്നു ആക്രമണം. ഇവിടുത്തെ ഫാക്ടറിക്ക് സമീപം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് നേരെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. CG എന്ന തൊഴിലാളി താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് നേരെയാണ് കാട്ടാന ആക്രമണം അഴിച്ചുവിട്ടത്. ക്വാർട്ടേഴ്സിന്റെ മുൻഭാഗം ഭാഗികമായി ആനകൾ തകർത്തു. ആനക്കൂട്ടം ഭിത്തികളിൽ ഇടിക്കുന്ന ശബ്ദം കേട്ട് CG ഉറക്കമുണർന്നതോടെയാണ് സംഭവം അറിയുന്നത്. ഉടൻ CG മകനെയും കൊണ്ട് മറ്റൊരു ക്വാർട്ടേഴ്സിലേക്ക് ഓടി മാറിയതിനാൽ ആളപായം ഒഴിവായി. തുടർന്ന് പ്ലാന്റേഷൻ തൊഴിലാളികൾ സംഘടിച്ച തീയിട്ട് ഒച്ചവെച്ചതിനെ തുടർന്ന് 1 മണിക്കൂറിന് ശേഷമാണ് ആനക്കൂട്ടത്തെ തുരത്താൻ കഴിഞ്ഞത്. വടക്കാഞ്ചേരി വാഴക്കോട് ടെമ്പോ ട്രാവലർ മറിഞ്ഞ അപകടം. തൃശൂർ സ്വദേശികളായ 2 പേർക്ക് പരിക്ക്, ഒരാൾക്ക് ഗുരുതരമായി പരിക്കുണ്ട്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പുലർച്ചെ 12ഓടെയായിരുന്നു അപകടം. തൃശൂർ സ്വദേശികളായ 2 പേരാണ് വണ്ടിയിലുണ്ടായിരുന്നത്. ഇതിൽ 35 വയസ്സുള്ള സെവിനാണ് സാരമായി പരിക്കേറ്റത്. സെവിന്റെ വലതുകൈ അറ്റ് തൂങ്ങിയ നിലയിലായിരുന്നുവെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. വാഴക്കോടുള്ള പെട്രോൾ പമ്പിന് പരിസരത്ത് വെച്ചായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് വന്നിരുന്ന ടെമ്പോ ട്രാവലറാണ് നിയന്ത്രണം തെറ്റി മറിഞ്ഞത്. റോഡിന്റെ വശത്ത് ഇറക്കി വെച്ചിരുന്ന സിമന്റ് കട്ടകളിൽ കയറിയ ശേഷം കുത്തനെ മറിയുകയായിരുന്നു. അപകട സമയത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. സ്പെയർ പാർട്സ് വിൽപ്പന കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഷൊർണൂരിൽ നിന്നും എത്തിയ 108 ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൈവേ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് തുടക്കം. ചേർപ്പ് വെസ്റ്റ് ശ്രീലകം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പരിപാടിക്ക് തുടക്കമായത്. സാഹിത്യോത്സവം, പുസ്തകോത്സവം, നാട്ടറിവുത്സവം എന്നിവയോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വല്ലച്ചിറ കടവിൽ റെസിഡൻസ് അസോസിയേഷന്റെ 2ാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ഞായറാഴ്ച നടക്കും. വല്ലച്ചിറ പഞ്ചായത്ത് EK നായനാർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പരിപാടി ഉച്ചയ്ക്ക് 2-ന് കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV വിനീത ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ പ്രസിഡന്റ് KG അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിക്കും. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മയുടെ പകൽ വീട് ഞായറാഴ്ച നാടിന് സമർപ്പിക്കും. രാവിലെ 10-ന് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ജില്ലാ ഉപജില്ലാ കലോത്സവ വിജയികളെ പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് അനുമോദിക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5800 രൂപ, പവന് 46,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകൾ ഒഴിഞ്ഞ കുടങ്ങളുമായി പ്രതിഷേധിച്ചു.
കോൺഗ്രസ് ഏങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വാട്ടർ അതോറിറ്റിക്ക് മുൻപിൽ പ്രതിഷേധിച്ചത്. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ മണപ്പുറം മേഖല കുടുംബ സംഗമം തൃപ്രയാറിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ പതാക ഉയർത്തി. ഇന്ത്യയിലെ CBSE സ്കൂളുകളിൽ ജില്ലാതലത്തിൽ മികച്ചു നിൽക്കുന്ന സ്കൂളുകളെ കണ്ടെത്താൻ എഡ്യൂക്കേഷൻ ടുഡേ നടത്തിയ മത്സരത്തിൽ ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.